40-ാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം വ്രതം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ദാനിയേൽ 1:15. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം സകല രാജഭോജനം കഴിച്ചുവന്ന ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. ചില നിയന്ത്രണങ്ങളുടെ നിമിഷങ്ങളാണ് നോമ്പ്. അരുതുകൾ തേടിയുള്ള യാത്രയാണ് നോമ്പ്. അലങ്കാരങ്ങൾക്കും അന്നത്തിനും അപ്പുറം എന്നെ വഴി നടത്തുന്ന ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാകണം നോൽക്കുന്ന ഓരോ വ്രതങ്ങളും. ചില ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വയ്ക്കണമെങ്കിൽ അല്പം കൃപയുടെ ശേഷിപ്പ് കൂടി വേണം. എല്ലാ സുഖദുഃഖങ്ങൾക്കും ഒരു കടിഞ്ഞാൺ കെട്ടി നിയന്ത്രണം വരുത്തുന്നതാകണം ഓരോ വ്രതങ്ങളും. ബാബേൽ പ്രവാസകാലത്ത് ഇസ്രായേൽ ദേശവാസികളായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 ചെറുപ്പക്കാർ സത്യദൈവത്തെ പ്രതി നോക്കുന്ന ഒരു വ്രതമുണ്ട്. 2 തിരഞ്ഞെടുപ്പുകൾ ഇവർക്കുണ്ട്. 1 ഉപവാസത്തിൻ്റെയും 2 സമൃദ്ധമായ രാജഭോജനത്തിൻ്റെയും. രാജഭോജനത്തിലും രുചികരം കഴിഞ്ഞ നാളുകളിൽ അവരെ വഴി നടത്തിയ ദൈവത്തിൻ്റെ കൃപകളാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് 10 ദിവസത്തിന് ശേഷവും പൂർവാധികം ആരോഗ്യവാന്മാരായി അവർ കാണപ്പെട്ടത്. നമ്മുടെയൊക്കെ നോമ്പും ധ്യാനവും ഇത്തരത്തിലാകട്ടെ. ആഗ്രഹിക്കുന്നതിനെ അന്യമാക്കുന്നതല്ല നോമ്പ്. ശരീരത്തിനും മനസ്സിനും ശുദ്ധി വരുത്തുന്നതാകണം നോമ്പ്. ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഉപരിയായി നിത്യമായ ഭോജനത്തെ നേടാനുള്ള തുറവിലേക്കുള്ള പ്രയാണമാണ് നോമ്പ്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണം സാധ്യമാകണം. നോമ്പിൻ്റെ 39-ാം നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ ദിവസങ്ങളിൽ നിന്ന് നാം നേടിയത്? ഒരു സ്വയം വിലയിരുത്തലിനായി നിന്നെ വിട്ടുകൊടുക്കണം. ഇനിയുള്ള 10 ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ യെരുശലേം പ്രവേശനം, പീഡാനുഭവം, ക്രൂശീകരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ സംഭവങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെ ധ്യാനാത്മകമാക്കണം. ഹൃദയത്തിൻ്റെ നന്മയുടെ മൂശയിൽ ഉരുകി തിളക്കമുള്ളതാകട്ടെ നമ്മുടെ ഓരോ ചിന്തകളും പ്രവർത്തികളും. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും നടുവിൽ എൻ്റെ വ്രതങ്ങളെ ബലി നൽകിയ കുറവുകളെ ഞാൻ ഓർക്കുന്നു. പരിധികളില്ലാതെ ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞ് താൽക്കാലിക സുഖങ്ങൾക്ക് പിന്നാലെയോടിയ എൻ്റെ തെറ്റുകളെ ഞാൻ തിരിച്ചറിയുന്നു. ചിലരുടെ പ്രീതിക്കായി ചില ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ നോമ്പുകൾ തകർത്ത് ദൈവവുമായുള്ള ബന്ധം തകർത്ത് ജീവിച്ച എൻ്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിന്റെ പരിധിയില്ലാത്ത സ്നേഹത്തിലൂടെ നീ ഞങ്ങളെ സ്നേഹിച്ചു. നിന്റെ സ്വന്തം പുത്രനെ ഞങ്ങൾക്കായി തന്നു.
എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ആഗ്രഹപൂർത്തിക്കു വേണ്ടി നിന്റെ സ്നേഹത്തെ ബലി നൽകി. ഈ നോമ്പിന്റെ ദിനങ്ങൾ ഏറ്റവും വിശുദ്ധമാക്കി തീർപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർഷകൻ അർപ്പിച്ച കാഴ്ച വസ്തുവിൽ പ്രസാദം തോന്നിയ രാജാവ് അയാളെ അമൃതത്തിന് ക്ഷണിച്ചു. ക്ഷമിക്കണം പ്രഭോ, അടിയൻ ഒരു വ്രതത്തിലാണ്, അമൃതത്തിന് തരമില്ല. എന്ത് ഇത്ര ധൈര്യമോ? രാജാവിനെ നാണം കെടുത്തിയ ധിക്കാരി, നീ നോറ്റ വ്രതം ഞാൻ നോക്കാം. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. അതികാലത്ത് തന്നെ എഴുന്നേറ്റ രാജാവ് ഉച്ചവരെ ഉപവാസം തുടർന്നു. ഇല്ല, പറ്റുന്നില്ല. വിശപ്പ് സഹിക്കാനാവുന്നില്ല. രാജാവിന്റെ ശരീരത്തിന് സുഖം നൽകുവാൻ രാജകിങ്കരന്മാർ പഠിച്ച പണി 18 നോക്കി. ഇല്ല, ഒന്നും തന്നെ രാജാവിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. ദാഹവും വിശപ്പും അദ്ദേഹത്തെ തളർത്തി. ഇല്ല, ഇനി പിടിച്ചു നിൽക്കാനാവുന്നില്ല. രാജഭൃത്യന്മാർ നൽകിയ രാജഭോജനം വാരിവലിച്ച് കഴിച്ചു. വ്രതത്തിൽ തോറ്റ രാജാവ് കർഷകനെ വിളിച്ചു. ക്ഷമിക്കണം, ഞാൻ തോൽവി സമ്മതിച്ചു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങൾ വെടിയാൻ സാധിച്ചത്? അല്ലയോ രാജാവേ, അങ്ങ് നോറ്റ വ്രതം എന്റെ നേരെയുള്ള വെല്ലുവിളിയാണ്. എന്നെ തോൽപ്പിക്കാനാണത് നോറ്റത്. ഞാനോ എന്റെ ആശ്രയമായ ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണ്. കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക.